അങ്ങനെ സമയം 7 മണി. സ്ട്രീറ്റ് ലൈറ്റ് കത്തിത്തുടങ്ങി. കേബിളുകൾ ഫയർ സർവീസർ വന്നിട്ട് ഇന്ത്യൻ സീരീസിൻ്റെ ഇപ്പുറം ഇട്ടിനി. ഇത് ഇന്ത്യൻ സീരീസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പുറം ഇട്ടിട്ട് പോയി. എന്നിട്ട് ഫയർ സർവീസർ ചോദിച്ചത് സർവീസ് പ്രൊവൈഡർ നമ്പർ ഇല്ലയാണ്. ഇന്ത്യൻ സീരീസിന് ബ്രോഡ്ബാൻഡ് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പിന്നെ ഇതിനെങ്ങനെ മറുപടി പറയാം? അങ്ങനെ കേബിൾ തെച്ച് ഇപ്പോൾ ഇതിലേക്ക് കൂടി പോകുന്നുണ്ട്. കേബിൾ തെച്ച് രാത്രി പോകുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് കഴുത്തിന് കുടുങ്ങിയിട്ട് മരിക്കണം, എന്നാൽ ഈ നാട് നന്നാവും. നാട്ടുകാർ തെക്കുംപാടത്ത് വന്ന കുറേ എണ്ണം ഇതാ ഇപ്പോൾ കേബിൾ ഇടുന്നുണ്ട്. തെക്കുംപാടുകാർക്ക് പണ്ടേ ബുദ്ധിയില്ലാന്നാണ് പറയല്. കാരണം അപ്പുറം ഇപ്പുറം പാലില്ലാത്തതുകൊണ്ട്. ഇനി ഇന്ത്യൻ സീരീസിൻ്റെ കായ്ക്കോലകളുണ്ട് പ്രോപ്പർട്ടിയിലെ. ഇതിൻ്റെ മുകളിലാണ് ഈ വയറുണ്ടായതിന്. എന്തരേ വിചാരിച്ചത് പൂട്ടുന്നാണ്. ഇനിയിപ്പോൾ പ്രോപ്പർട്ടിയിൽ ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ കായ്ക്കോല ഫയർ സർവീസുകാർ വെട്ടിയാലും ശരി, നാട്ടുകാർ വെട്ടിയാലും ശരി, ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഇന്ത്യൻ സീരീസിൻ്റെ പ്രോപ്പർട്ടിയിലെ മരത്തിനോ അതിനോ കൊളത്തിനെങ്കിൽ ഫിംഗർ ബ്യൂറോനെ കൊണ്ടുവരും. തെക്കുംപാടാർക്കും ബുദ്ധിയില്ല, മാട്ടൂക്കാർക്കും ബുദ്ധിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യല്? ഫയർ സർവീസിലെ ആൾക്കാരെ പണിയെടുക്കാനും വിട്ടിട്ടില്ല. തീ പിടിച്ചെന്നും പറഞ്ഞിട്ട് ഫയർ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. തീ പിടിച്ചെന്നും പറഞ്ഞിട്ട് കുറേ എണ്ണം പറഞ്ഞു. ഏടെങ്കിൽ കൊളത്തിനെങ്കിൽ ഫിംഗർ ബ്യൂറോനെ കൊണ്ടുവരും. രാത്രി മരിക്കുകയോ പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫയർ സർവീസുകാർ വണ്ടി എടുത്തിട്ട് പോയി. ഇന്ത്യൻ സീരീസിൻ്റെ പണിയുമല്ല. അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കുറേ പൊട്ടന്മാരും മൊണ്ണന്മാരും നാട്ടിലുണ്ടായി കഴിഞ്ഞാൽ, കാരണം 101 എന്ന് പറഞ്ഞാൽ തീയല്ല, തീ മാത്രത്തിന് വരാനല്ല. അവർക്ക് 101 ഫയർ ആൻഡ് റെസ്ക്യൂ ആണ്. ആര് റെസ്ക്യൂ ചെയ്താൽ വയർ വരുന്നുണ്ട്. വയറാൻ്റെ കുടുങ്ങിയെങ്കിൽ കാലാൻ്റെ പോയെങ്കിൽ ഇന്ത്യൻ സീരീസ് ഒരു കാര്യത്തിനും ഇല്ല.